ഇന്നൊരു എള്ളുണ്ട ഉണ്ടാക്കിയാലോ? എള്ളുണ്ട എന്ന് പറയുമ്പോ അതല്ല, ഇത് എള്ളിന്റെ ഒക്കെ തന്നെയാ, എന്നാലും ഭയങ്കര എനർജി ബെനിഫിറ്റ്സ്, നട്ട്സ്, ഡേറ്റ്സ് ആ ഒരു ടൈപ്പ് അല്ല, മീഡിയം ലോ ലെവൽ അത്രയേ ഉള്ളൂ. ഇത് എനിക്ക് എന്റെ അമ്മമ്മ ഉണ്ടാക്കുന്നത് നോർമൽ ഒരു എള്ളുണ്ട. അപ്പൊ നമുക്കത് ഉണ്ടാക്കാം. റെസിപ്പി ഞാൻ ഉണ്ടാക്കുന്നതിലൂടെ ഞാൻ കാണിച്ചു. അപ്പൊ എള്ളുണ്ടൊക്കെ ഉണ്ടാക്കണം, അതിന് എള്ള് വേണ്ടേ? ഈ എള്ള നമ്മൾ ഇവിടുന്ന് ഇന്തോനേഷ്യയിൽ നിന്ന് മേടിച്ചതാണ്. ഇന്തോനേഷ്യയിലെ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന എള്ളാണിത്. അങ്ങനെ നമ്മുടെ എള്ളുണ്ടൊക്കെ നമ്മൾ കവറിൽ നിന്ന് പൊട്ടിച്ച് പാത്രത്തിലോട്ട് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് വെള്ളം ഒഴിച്ചൊന്ന് കഴുകിയെടുക്കാം. കഴുകാൻ വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇത് പ്രോബ്ലം ഒന്നുമില്ല. നമ്മൾ സ്ട്രെയിൻ ചെയ്യുന്ന ഒരു പാത്രത്തിലോട്ട് ഇത് മാറ്റിയ ശേഷം ഒരു 5-10 മിനിറ്റ് വയ്ക്കുമ്പോഴേക്കും നമുക്കത് ആ വെള്ളം മൊത്തം പോയിട്ട് കുറച്ചൊന്ന് ഡ്രൈ ആയിട്ട് കിട്ടും. അതിനുശേഷം നമ്മൾ ഒരു പാൻ ചൂടാക്കി അതിലോട്ട് ഇത് മാറ്റണം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം. ഒരുപാട് അങ്ങനെ ചൂടാക്കണം. ഒരു ചെറുതായിട്ടൊരു മീഡിയം ലെവലിൽ ചൂടാക്കിയ ശേഷം നമ്മളൊരു ജാർ എടുത്തിട്ട് ഈ എള്ള് മൊത്തം അതിനകത്തോട്ട് മാറ്റണം. ഇനി ഇതിന് നമുക്ക് മധുരത്തിന് നമ്മൾ ചേർക്കുന്നത് ശർക്കരയാണ്. അപ്പൊ എനിക്ക് ആവശ്യത്തിനുള്ള ശർക്കര നേരത്തെ തന്നെ ഗ്രേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രയാണോ ആവശ്യമുള്ള അത്രയും ശർക്കര യൂസ് ചെയ്യാവുന്നതാണ്. ഈ ശർക്കരയും കൂടി ഈ ജാറിനകത്തോട്ട് ഇട്ട ശേഷം നമുക്കിതൊന്ന് ഫസ്റ്റ് ക്രഷ് ചെയ്തെടുക്കണം. അപ്പൊ ഇതാണ് ക്രഷ് ചെയ്തപ്പോഴുള്ള ഒരു പരുവം എന്ന് പറയുന്നത്. ഇനി ഇത് നമ്മൾ വീണ്ടും മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കുക. ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടണം. എന്നാൽ മാത്രമേ നമുക്ക് ഇതെന്താണ് ചെറിയ ചെറിയ ബോൾസ് ആയിട്ട് ഉരുട്ടിയെടുക്കാൻ പറ്റത്തുള്ളൂ. ഒരു സോഫ്റ്റ് വേണം, എന്നാൽ മാത്രമേ നമുക്ക് കഴിക്കാനും പറ്റത്തുള്ളൂ. ഇതാണ് നമുക്ക് ഫൈനലി കിട്ടിയത്. ഇനി നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം. അപ്പം ശർക്കരയൊക്കെ ചേർത്തുകൊണ്ട് നല്ല മധുരം ഉണ്ടായിരുന്നു, അതോടൊപ്പം തന്നെ നല്ല സോഫ്റ്റും ആയിരുന്നു. അപ്പൊ അത്രയേ ഉള്ളൂ.